ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ മീനഭരണിയോടനുബന്ധിച്ച് അശ്വതി കാവുതീണ്ടൽ നടന്നു. അരമണി കിലുക്കി ഉറഞ്ഞുതുള്ളി ദേവീസ്തുതികളുമായി ആയിരങ്ങളാണ് കാവുതീണ്ടിയത്. ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഭരണി നാളായ ഇന്ന് ക്ഷേത്രത്തിൽ ദേവിയെ സങ്കല്പിച്ച് കുടിയിരുത്തും. ആവേശതാളവുമായി ഭക്തസഹസ്രങ്ങൾ. അലകടലിളകും കണക്കെ ഇരമ്പിയുണർന്നു കുറുമ്പക്കാവ്. കാലം എത്ര കഴിഞ്ഞാലും കുറയാത്ത ആവേശത്തിന്റെ ചിലമ്പൊലിയുയർത്തി കാവ് തീണ്ടാനെത്തിയവർ ഒന്നല്ല, 1000 കോട്ടയിൽ കോവിലകത്തു നിന്നും വലിയ തമ്പുരാൻ പല്ലക്കിൽ എഴുന്നള്ളിയതോടെ കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. മുഴുവൻ പതിവ് പൂജാകർമ്മങ്ങളും പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിലൊഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദന ചാർത്ത് പൂജ നടത്തി. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദന ചാർത്തെന്നാണ് വിശ്വാസം. പാലക്കവേലൻ ദേവിദാസൻ ആദ്യം കാവു തീണ്ടിയതോടെ കാത്തുനിന്ന ആയിരങ്ങൾ കുറുമ്പാക്കാവിനെ വലം വെച്ചു. 3 വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു. ഭരണി നാളായി ഇന്ന് ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും. തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണി ആഘോഷം സമാപിക്കും. ന്യൂസ് മലയാളം, തൃശൂർ.